ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലാബ് 18 ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. x⁴ - 2x² + x + 1 എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് 1 ആണോ ഓൺ ടു ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, 1 ആണെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഫംഗ്ഷൻ്റെ വരയ്ക്കുക. അത് ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ 1 അല്ല. പിന്നെ ഓൺ ടു എന്ന് പറയുമ്പോൾ ഹോൾ y ആക്സിസ് ആ ഫംഗ്ഷൻ്റെ റേഞ്ചിനോട് ഈക്വൽ ആകുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു ഫംഗ്ഷൻ g(x) കൊടുത്തു 1 + 6x - 3x². ഇത് നമുക്ക് 1 to 1 അല്ലെന്നും അറിയാം, ഓൺ ടു അല്ലെന്നും അറിയാം. ഓക്കെ, കാര്യം റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. അപ്പോൾ ഇതിനെ അങ്ങനെ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം 1 ആണ്. ഇതിനെ പകുതിയാക്കുന്നതിനെ ബൈസെക്റ്റ് ചെയ്യുന്നത് 1 എന്നുള്ള പോയിന്റിലാണ്. അപ്പോൾ g എന്ന് പറയുന്ന ഫംഗ്ഷന് എക്സിന് 1നേക്കാൾ കൂടിയ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ g ഇഫ് x > or = 1 കൊടുക്കുകയാണെങ്കിൽ എന്താണ് 1 to 1 ആണ്. ഓക്കെ, ഇനി ഓൺ ടു ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റേഞ്ചിനെ കോഡൊമെയിൻ എന്ന് പറഞ്ഞങ്ങ് എഴുതി കഴിഞ്ഞാൽ അതുമായി. ഓക്കെ, അപ്പോൾ ഇൻജെക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് ആയിട്ടുള്ള ഈ ഫംഗ്ഷൻ നൗ ഇറ്റ്സ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ ബൈജക്റ്റീവായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ഇതും സെയിം തന്നെ, ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആക്കാനാണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് 4 cosec 2x അതാണ് ഫംഗ്ഷൻ. അപ്പോൾ അത് വരച്ചു. ഫോണിലായതുകൊണ്ട് കുറച്ച് സ്ഥലം കുറവായിരിക്കും, എന്നാൽ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ റേഞ്ച് എഴുതാൻ. കഴിഞ്ഞ കണക്കിലും ചോദിച്ചിരുന്നു റേഞ്ച് എഴുതാൻ. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്താണ്? r - set ഓപ്പൺ ഇൻ്റർവെൽ -4 അല്ലെങ്കിൽ വേറെ ഒരു ഇച്ചിരി ഇൻ്റർസെക്ഷനൊക്കെ വെച്ചും എഴുതാം. അപ്പോൾ നമുക്കറിയാം ഇത് ബൈജക്ഷൻ പോയിൻ്റ് അല്ല. അപ്പോൾ നമ്മൾ p ഇഫ് π/4 മാറ്റണേ പോയിൻറ്റ്സ്. അപ്പോൾ -π/4 < x < π/4. അതായത് ഇതിൻ്റെ ഇടയിലാണ് x എങ്കിൽ p എന്നുള്ള ഫംഗ്ഷൻ p(x). ഓക്കെ, അതൊരു പോളിനോമിയൽ എന്നുള്ള മീനിങ് ആവും അവിടെ. അപ്പോൾ അങ്ങനെ കൊടുക്കുക, എന്നിട്ട് എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പുതിയ ഫംഗ്ഷൻ q(x) വരും. അപ്പോൾ p(x) ഹൈഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഫംഗ്ഷൻ എന്താണ്, ബൈജക്റ്റീവ് ആണ്. കാര്യം 1 to 1 ആണ്. ഇപ്പോൾ ഓൺ ടു നമ്മൾ റേഞ്ച് ഈക്വൽ ടു കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ മാറ്റി എഴുതി കഴിഞ്ഞാൽ ആയിക്കോളും. ഓക്കെ, പിന്നെ ഇതിൻ്റെ 0 ഇൻക്ലൂഡഡ് അല്ല, ആ കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോയിലൊക്കെ മനസ്സിലായെന്ന്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.